Good afternoon, all. Good afternoon. Good afternoon, ma'am. Okay, class start ചെയ്യാം. Then ഇപ്പൊ വീണ്ടും ഞാൻ തന്നെയാണ് കുറച്ച് ദിവസമായല്ലോ നിങ്ങൾ എന്നെ തന്നെയാണ് ഈ വീക്കിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ക്ലാസ് എന്റെ തന്നെയാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. ആണോ? ബോറായോ? കുഴപ്പമില്ലല്ലോ? ഓക്കെ. കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ എന്നെ തന്നെയാണല്ലോ ഈ ഒരു വീക്കിൽ എനിക്ക് തോന്നുന്നു 3 days ആയിരുന്നു അല്ലെ നമ്മള് ക്ലാസ് എടുക്കുന്നത്. കുഴപ്പമില്ല നോക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് അപ്പൊ നമ്മൾ നോക്കിയത് കഴിഞ്ഞ ക്ലാസ്സിൽ പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക് ആയിട്ടുള്ള എക്സാമ്പിൾസ് പറഞ്ഞു. എംപ്ലോയി സെക്യൂരിറ്റി ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എംപ്ലോയി സെക്യൂരിറ്റിയിൽ നമ്മൾ ലേ ഓഫ് കോമ്പൻസേഷൻ പറഞ്ഞു. നമ്മളൊരു മാത്സ് പ്രോബ്ലം പോലെയൊക്കെ എക്സാമ്പിൾ ഒക്കെ വെച്ചാണ് പറഞ്ഞത്. ഇനി അതിന്റെ നെക്സ്റ്റ് വൺ ആണ് റിട്രെച്ച്മെന്റ് കോമ്പൻസേഷൻ. അപ്പോൾ ലേ ഓഫ് കോമ്പൻസേഷൻ പോലെ തന്നെ നമ്മൾ മറ്റൊരു രീതിയിൽ കൊടുക്കുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന കോമ്പൻസേഷൻ ആണ് റിട്രെച്ച്മെന്റ് കോമ്പൻസേഷൻ. നോക്കാം കേട്ടോ. It is mandatory for non-seasonal industrial establishment employing 15 or more workers to give 1 month notice or 1 month wages to all the workers who are retrenched after 1 year of continuous service. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ആ സ്ഥാപനത്തില് നോൺ സീസണൽ ഇൻഡസ്ട്രീസ്, അതായത് സീസണൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? സീസണൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ്, അതായത് ചില സീസണിൽ മാത്രം, അതായത് ഇപ്പോൾ ടൂറിസം, അഗ്രികൾച്ചറിൽ അങ്ങനെയുള്ള ഇൻഡസ്ട്രി അല്ല, അല്ലാതെ വരുന്ന മറ്റു വ്യവസായ സ്ഥാപനങ്ങൾക്കൊക്കെയാണ് നമ്മളിത് മണ്ടേറ്ററി ആയിട്ട് നമ്മൾ ഈ ഒരു കോമ്പൻസേഷൻ കൊടുക്കുന്നത്. അത് ഒരു സ്ഥാപനത്തില് 50 അതിൽ കൂടുതലോ വർക്കേഴ്സ് ഉള്ളതാണെങ്കിൽ നമ്മൾ ഈ ഒരു റിട്രെച്ച്മെന്റ് കോമ്പൻസേഷൻ കൊടുത്തിരിക്കണം. ഇനി നമ്മൾ അതായത് ഇപ്പൊ ഒരു കമ്പനിയില് ഇപ്പോൾ കമ്പനി എന്താണ് സാമ്പത്തികപരമായിട്ട് പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ അത് സ്റ്റാഫുകളെ പിരിച്ചുവിടേണ്ടതായിട്ടൊക്കെ വരും. സോ ഈ പിരിച്ചുവിടുമ്പോൾ പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പൊ ഇന്ന് വന്നിട്ട് സ്റ്റാഫുകളോട് പറയുകയാണ് ഇന്നും കൂടി നിങ്ങൾക്ക് വർക്ക് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വന്ന് പിരിച്ചുവിടാൻ പാടില്ല. അതിനാണ് വർക്കേഴ്സ് ടു ഗിവ് 1 month നോട്ടീസ്, അതായത് 1 മാസം മുന്നേ നോട്ടീസ് അറിയിക്കണം. അതായത് നമ്മളിങ്ങനെ സാമ്പത്തികമായിട്ട് കമ്പനി കുറച്ച് പിന്നോക്കത്തിലാണ്, സോ നമ്മൾ ഇത്ര കുറച്ച് മാസത്തേക്കോ അല്ലെങ്കിൽ 1 വർഷത്തേക്കോ എംപ്ലോയീസിനെ നമ്മൾ പിരിച്ചുവിടുകയാണ് എന്നുള്ളൊരു 1 month നോട്ടീസ് നമ്മൾ 1 മാസത്തിന് മുന്നായിട്ട് നമ്മൾ എംപ്ലോയീസിനെ അറിയിച്ചിരിക്കണം. അതുപോലെ തന്നെ 1 month wage to all the workers who have retrenched after 1 year of continuous service. 1 വർഷം അവിടെ കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് ചെയ്തിട്ടുള്ള എംപ്ലോയി ആണെങ്കിൽ ഇങ്ങനെ പിരിച്ചുവിടുന്ന ആ ഒരു ടൈമിൽ 1 മാസത്തെ ആ ഒരു നമ്മളൊരു കോമ്പൻസേഷൻ പോലെ അവർക്ക് എംപ്ലോയീസിന് കോമ്പൻസേഷൻ നൽകിയിരിക്കണം. ഇനി എങ്ങനെയാണ് കോമ്പൻസേഷൻ കൊടുക്കണമെന്നാണ് അടുത്തത് പറയുന്നത്. This compensation is paid at the rate of 15 days wages for every completed year of service. നമ്മൾ ഈ ഒരു കോമ്പൻസേഷൻ നിശ്ചയിക്കുന്നത് റേറ്റ് ഓഫ് 15 ഡേയ്സ്, 15 ദിവസത്തിന്റെ. സ്ക്രീൻ കാണുന്നില്ലേ? നിങ്ങള് കാണുന്നുണ്ടോ? ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയത്, അപ്പോഴേക്കും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ ടെക്സ്റ്റില്.
സ്ക്രീൻ ഓക്കെ ആയില്ലേ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് റിട്രീറ്റ്മെന്റ് കോമ്പൻസേഷൻ കൊടുക്കുന്നത് 15 ദിവസത്തെ വേതനത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതായത് ഒരു 1 ഇയർ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാഫിന് നമ്മൾ 15 ദിവസത്തെ വേതനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കോമ്പൻസേഷൻ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, then with a maximum of 45 days wages in a year. അതുപോലെ ഇപ്പൊ ഒരു വർഷത്തിലാണെങ്കിൽ നമുക്ക് എല്ലാ മാസവും ഇങ്ങനെ കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റില്ല. സോ ഒരു 45 ഡേയ്സ്, അതായത് 15 ദിവസത്തെ വേതനം എന്ന് പറയുമ്പോൾ ഒരു മാസത്തിലാണെങ്കിൽ 15 ഡേയ്സ് നോക്കും. അങ്ങനെയാണെങ്കിൽ 45 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 3 മന്ത്സിന്റെ നമ്മൾ ഒരു വർഷത്തില് നമ്മൾ കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇനി അതിന്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽക്കുലേഷൻ പറയണോ? നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ കാൽക്കുലേഷൻ ചെയ്ത പോലെ, അതുപോലെ പറഞ്ഞു തരണോ? കാൽക്കുലേഷൻ വേണോ? വേണ്ട, മാത്സ് ഇത്തിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണോ? ഓക്കെ, കാൽക്കുലേഷൻ ഒന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താണെന്നുള്ളതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾ കാൽക്കുലേഷന്റെ ആവശ്യമൊന്നും ഇല്ല അവിടെ. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം. റിട്രീറ്റ്മെന്റ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നോൺ സീസണൽ ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ, അതായത് 50 above എംപ്ലോയീസോടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സാമ്പത്തികമായിട്ട് കമ്പനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാഫുകളെ പിരിച്ചുവിടുന്നു. സോ ഈ പിരിച്ചുവിടുന്ന ടൈമിൽ പെട്ടെന്ന് വന്നിട്ട് ഒരു ദിവസം വന്ന് പിരിച്ചുവിടുകയല്ല ചെയ്യേണ്ടത്. എന്താണ്, ഒരു മാസം മുൻപ് നോട്ടീസ് നമ്മൾ നൽകണം. കാരണം ഇങ്ങനെ നമ്മള് എംപ്ലോയീസിനെ പിരിച്ചുവിടുകയാണ് എന്നുള്ള ഒരു നോട്ടീസും അറിയിപ്പ് നമുക്ക് കൊടുക്കണം. അതുപോലെ തന്നെ എംപ്ലോയീസിനെ പിരിച്ചുവിടുമ്പോൾ 15 ദിവസത്തെ വേതനം എന്നുള്ളൊരു അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്. നിങ്ങൾ ഈ അടുത്ത് എനിക്ക് തോന്നുന്നത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, നിങ്ങൾ സോഷ്യൽ മീഡിയയില് ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഏത് ഒരു സ്ഥാപനത്തിൽ, എനിക്ക് തോന്നുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആണെന്ന് തോന്നുന്നു, എംപ്ലോയീസിനെ പെട്ടെന്ന് ഒരു ദിവസം അവര് രാവിലെ ജോലിക്ക് വേണ്ടി വന്നു. അപ്പോഴാണ് എംപ്ലോയീസിനെ അവര് പിരിച്ചുവിട്ടത്, സ്ഥാപനം പൂട്ടി എന്ന് പറയുന്നത്. ആരെങ്കിലും കണ്ടായിരുന്നോ ഫേസ്ബുക്കിൽ ഒരു ഇത്? ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്കൊന്ന് ടെക്സ്റ്റൈൽ ആണോ, ടെക്സ്റ്റൈൽ ഷോപ്പ് ആണെന്ന് തോന്നുന്നു. വളരെ നമുക്ക് ഫേസ്ബുക്കിലൊക്കെ അതിനെ കുറിച്ചുണ്ടായിരുന്നു. എന്നിട്ട് അവര് അവിടെയുള്ള സ്റ്റാഫുകൾ വന്ന്, അടൂരാണ്. ഓക്കെ, ഗീതുവിന്റെ പ്ലേസ് ആണോ? അല്ല. ഓക്കെ, അപ്പൊ ഇതുപോലെ യെസ് ആണ്. ഓക്കെ, ഇത് ടെക്സ്റ്റൈൽ ഷോപ്പ് അല്ലേ ഇത്? എന്നിട്ട് എന്താ, സ്റ്റാഫുകള് സാധാരണ നോർമലി വരുന്ന പോലെ അവര് ജോലിക്ക് എത്തി. ദെൻ അപ്പോഴാണ് സ്ഥാപനം പൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അത് എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ പറയുന്നത് പെട്ടെന്ന് അങ്ങനെ നമ്മുടെ എംപ്ലോയീസ് വരുമ്പോൾ അവരെ പിരിച്ചുവിടുകയല്ല, 1 മന്ത് ഒരു നോട്ടീസ്, ഒരു മാസം മുന്നായിട്ട് അവർക്ക് ഈ ഒരു അറിയിപ്പ് കൊടുത്തിരിക്കണം. 1 മന്ത് മുൻപ് അറിയിപ്പ് കൊടുക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് വേറെ ഏതെങ്കിലും ജോബ് അന്വേഷിക്കാം. പെട്ടെന്ന് ഒരു ദിവസം വന്ന് പിരിച്ചുവിടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഭവം ഈ അടുത്ത് ഇങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. റിട്രീറ്റ്മെന്റ് കോമ്പൻസേഷൻ, അതിന് കാൽക്കുലേഷൻ ഒന്നും വേണ്ട കേട്ടോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി എന്താണെന്നുള്ളത്. അതിന്റെ ഉള്ളിൽ നിന്നും ഭയങ്കര ഇതായിട്ടൊന്നും എന്താ പറയാ, ബുദ്ധിമുട്ടുള്ള രീതിയിലൊന്നും ക്വസ്റ്റ്യൻ ഒന്നും എക്സാമിന് അങ്ങനെ ചോദിക്കാറില്ല. എന്തായാലും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം ഓരോ ടൈപ്പ് കോമ്പൻസേഷൻസുകൾ എന്തൊക്കെയാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. അയച്ചു. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടോ, അതായത് എംപ്ലോയിയുടെ സെക്യൂരിറ്റിയിൽ പറയുന്ന 2 ടൈപ്പ്, എംപ്ലോയീസിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന 2 ടൈപ്പ് കോമ്പൻസേഷൻ ആണ് നമ്മളിപ്പോ പഠിച്ചത്. ലേ ഓഫ് കോമ്പൻസേഷനും അതുപോലെ തന്നെ എന്താണ്, റിട്രീറ്റ്മെന്റ് കോമ്പൻസേഷൻ. ഇനി അടുത്തതായിട്ട് നമ്മൾ 3ാമത്തെ പോയിന്റ് ആണ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊവിഷൻസ്. എംപ്ലോയീസിന്റെ സേഫ്റ്റിക്കും സുരക്ഷയ്ക്കും അതുപോലെ തന്നെ ഹെൽത്ത്, ആരോഗ്യമായിട്ടുള്ള സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇതൊരു എളുപ്പമാണ് ഈ ഒരു സെക്ഷൻ. മറ്റേത് നിങ്ങൾക്ക് കുറച്ച് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ പെട്ടെന്ന് നമ്മുടെ എന്താ പറയാ, ബേസ് ഇല്ലാത്തവർക്കാണെങ്കിൽ പോലും അത് ഒത്തിരി ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാകും എനിക്കറിയാം. ഇനി അടുത്തത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, നമുക്ക് നോർമൽ എല്ലാവർക്കും ജനറൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കേട്ടോ. നോക്കാം. അപ്പൊ എംപ്ലോയീസിന്റെ സേഫ്റ്റി, സുരക്ഷയും അവരുടെ ആരോഗ്യപരവുമായിട്ടുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? Safety and health of employees are
of utmost importance, not only for an organization but also for the country, because human resources are the backbone of economic activity of a nation. Underline ചെയ്യാറുള്ളത്. Human resources are the backbone of economic activity of a nation. Okay. അപ്പോൾ എംപ്ലോയീസിന്റെ സേഫ്റ്റി ഹെൽത്ത് എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിരിക്കണം എന്ന്. ഇനി അത് നോട്ട് ഓൺലി ഫോർ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് നോക്കിയിട്ട് മാത്രമല്ല നമ്മൾ എംപ്ലോയീസിന് സേഫ്റ്റി കൊടുക്കേണ്ടത്, ബട്ട് ഓൾസോ ഫോർ ദ കൺട്രി. നമ്മളൊരു രാജ്യത്തിന്റെ പരമായിട്ട് നിന്ന് നോക്കുകയാണെങ്കിലും എംപ്ലോയീസിന് നമ്മൾ എന്താ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹ്യൂമൻ റിസോഴ്സസ് ആർ ദ ബാക്ക്ബോൺ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി ഓഫ് എ നേഷൻ. ഒരു രാജ്യത്തിന്റെ ഇക്കണോമിക് ആക്ടിവിറ്റിയിലെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് ആണ് അല്ലെ? നമുക്കറിയാം ഒത്തിരി മെഷീൻസുകളാണെങ്കിലും മറ്റും പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ പിന്നിൽ എപ്പോഴും എന്താണ്? ഒരു ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ഹ്യൂമൻ റിസോഴ്സ് ആണ് ഇക്കണോമിക് സാമ്പത്തിക ഒരു രാജ്യത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഇക്കണോമിക് ബാക്ക്ബോൺ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അണ്ടർലൈൻ ചെയ്തോ ആ ഒരു സെക്ഷൻ? Underline the backbone of economic activity. Okay. Then in India, the Factories Act 1948 stipulates certain requisites regarding working conditions in order to provide a safe working environment. In India, the Factories Act 1948 underline cheyato, year underline cheya. Indian Factories Act എന്ന് പറഞ്ഞുള്ള ഒരു നിയമമുണ്ട്. ഈ നിയമത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് എംപ്ലോയിയുടെ ആ ഒരു എംപ്ലോയീസ് ഓർഗനൈസേഷനിൽ അവന് കിട്ടേണ്ട സേഫ് ആൻഡ് സെക്യൂരിറ്റി, സുരക്ഷയെ കുറിച്ചാണ് ഈ ഒരു ആക്ടിൽ പറയുന്നത്. എംപ്ലോയീസ് ഫാക്ടറി ആക്ട് 1948 stipulates certain requisites regarding working conditions in order to provide a safe working environment. എംപ്ലോയിക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് ആണ് ഈ ഒരു ഫാക്ടറീസ് ആക്ടിലൂടെ പറയുന്നത്. The provision in this act are meant to promote health and safety of employee. ഈ ഒരു ആക്ട് വഴി എംപ്ലോയീസിന്റെ ഹെൽത്തും സുരക്ഷയും സേഫ്റ്റിയുമാണ് നമ്മൾ അവിടെ പ്രൊവിഷൻ ചെയ്യുന്നത്. Then provisions meant to safeguard health related to overall cleanliness. ഇനി ഏതൊക്കെ രീതിയിലാണ് അല്ലെങ്കിൽ വർക്കിംഗ് സിറ്റുവേഷൻസിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് എൻവയോൺമെന്റില് ഏതെല്ലാം ഭാഗത്തു നിന്നാണ് എംപ്ലോയിക്ക് സേഫ് സുരക്ഷ നൽകേണ്ടത് എന്നാണ് ഇനി അടുത്തത് പറയുന്നത്. പോയിന്റ്സുകൾ നോക്കാം. ഹെൽത്ത് റിലേറ്റഡ് ടു ഓവറോൾ ക്ലീൻലിനെസ്, എല്ലാ ക്ലീൻലിനെസ് ശുചിത്വങ്ങളിൽ നിന്നും, അതായത് എന്താ പറയാ, ഓഫീസിലാണെങ്കിലും കമ്പനിയിലാണെങ്കിലും ഫുൾ ക്ലീൻലിനെസ് ആയിരിക്കാം. ദെൻ പ്രോപ്പർ വെന്റിലേഷൻ ആൻഡ് ടെമ്പറേച്ചർ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് അവരിയ്ക്കുന്ന ആ ഒരു ഏരിയയിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെന്റിലേഷൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടെമ്പറേച്ചർ, വലിയ ചൂടുന്നൊക്കെയാണ് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യണം. ദെൻ പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ആൻഡ് ഇൻഫ്ലുവൻസ്, അതായത് എന്താണ് ഡിസ്പോസൽ ചെയ്യാൻ, വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്പോസൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലിനജലം കടത്തി പുറത്തേക്ക് വിടാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പ്രൊട്ടക്ഷൻ ഫ്രം ഡസ്റ്റ് ആൻഡ് ഫ്യൂംസ്, പുക അല്ലെങ്കിൽ പൊടിപടലങ്ങളിൽ നിന്നെല്ലാം പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം. ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ, ഈർപ്പം, ചില നമുക്കറിയാലോ പല പല സ്ഥാപനങ്ങളിലാണെങ്കിലും നമുക്ക് ഓരോ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. സോ ഇതിൽ നിന്നെല്ലാം അതുപോലെ സേഫ് ഡ്രിങ്കിങ് വാട്ടർ, സ്ഥാപനങ്ങളില് കുടിവെള്ളം ഉണ്ടായിരിക്കണം. ആഡിക്വേറ്റ് നമ്പർ ഓഫ് ലാട്രിൻസ്, മീൻസ് ടോയ്ലറ്റ്സുകൾ, ആവശ്യത്തിനുള്ള ടോയ്ലറ്റ്സുകൾ ഉണ്ടായിരിക്കണം. യൂറിനൽസ് ഇൻ പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻസ്, ടോയ്ലറ്റ്സുകളൊക്കെ ആണെങ്കിലും അത് പ്രോപ്പർ ആയിരിക്കണം. അതുപോലെ ആഡിക്വേറ്റ് ലൈറ്റനിങ്, അത്യാവശ്യം ഒരു നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയിലെ ലൈറ്റനിങ് സെറ്റിംഗ്സ് ഉണ്ടായിരിക്കണം. It is therefore vital to protect employee against accidents and conditions detrimental to health. അതുപോലെ തന്നെ അവൻ എംപ്ലോയി വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നും ആക്സിഡൻസ്, അതായത് അപകടങ്ങളൊന്നും വരാതെ സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ് ആയിരിക്കണം. As both are harmful factories that affect the productive capacity of affected employee. ഇപ്പോ എന്താണ് ഫാക്ടറീസിലൊക്കെ ആണെങ്കിലും അവർക്ക് നമ്മൾ ഇതുപോലെ തന്നെ പല ഡ്യൂട്ടികളൊക്കെ ചെയ്യും. സോ അപകടങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്, ആക്സിഡൻസുകൾ, പരിക്കുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതിൽ നിന്നെല്ലാം സേഫ് ആൻഡ് സെക്യൂരിറ്റി എംപ്ലോയീസിന് വേണം. സോ ഈ ഫാക്ടറി ആക്ടില് 1948 ഫാക്ടറി ആക്ടിൽ പറയുന്നതാണ് ഇത് എംപ്ലോയീസിന് വർക്കിംഗ് കണ്ടീഷൻസിലുള്ള അല്ലെങ്കിൽ എന്താണ് സേഫ് വർക്കിംഗ് എൻവയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതാണ് ഫാക്ടറി ആക്ടിലൂടെ പറയുന്നത്.
സോ ഈ ഫാക്ടറി ആക്ടിൽ പറയുന്ന കാര്യങ്ങളാണ് ആ താഴെ പറഞ്ഞ് നമ്മൾ വായിച്ചില്ലേ. ക്ലീൻനെസ് ആയിരിക്കണം, ടോയ്ലറ്റ്സ് വേണം, ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടായിരിക്കണം, അതുപോലെ എന്താണ് ഡിസ്പോസൽ വേസ്റ്റ് ഡിസ്പോസൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു എംപ്ലോയിക്ക് ആ ഒരു ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? സേഫ്റ്റി ആൻഡ് പ്രൊവിഷൻ, ഹെൽത്ത് പ്രൊവിഷനിൽ നമ്മൾ ഒരു കമ്പനി എംപ്ലോയിക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഫാക്ടറി ആക്ടിലാണ് ഈ ഒരു കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്. ആ ഒരു ആക്ട് വഴിയാണ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ എന്താണ്, ഈ ഫാക്ടറി ആക്ടിന് എഗെയിൻസ്റ്റ് ആണത്. ആണോ? ആക്ടിൽ പറയുന്നത് എന്താണ്? സേഫ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് വേണം എംപ്ലോയിക്ക് ഒരു ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയ പാരഗ്രാഫ്. ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് സ്വയം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒന്ന് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം. ആക്ടിന്റെ ഇയർ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. 1948. കംപ്ലീറ്റ് ചെയ്ത പാരഗ്രാഫ്, ഫസ്റ്റ് പാരഗ്രാഫ് ആണ് നമ്മൾ വായിച്ചത്. ഓക്കെ, വായിച്ചിട്ട് ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ. അവിടെ ഈ ആക്ടിനെ കുറിച്ചും ഇനി എന്തൊക്കെയാണ് എംപ്ലോയീസിന് നമ്മൾ കമ്പനി ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്നാണ് അതിൽ പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. പ്രൊവിഷൻസ് റിഗാർഡിംഗ് സേഫ്റ്റി ഇൻക്ലൂഡ് പ്രിക്കോഷൻസ് വൈൽ വർക്കിംഗ് നിയർ ഓർ ഓൺ ഹൈ വോൾട്ടേജ് സപ്ലൈ എക്യുപ്മെന്റ്. വീണ്ടും പറയുന്നത് നമ്മൾ സേഫ് ആയിട്ട് പ്രിക്കോഷൻസ് മുൻകരുതലുകൾ എടുക്കേണ്ട കാര്യങ്ങൾ എവിടെയൊക്കെയാണെന്ന്. അതായത് ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന് ആ ഒരു വർക്കിംഗ് സിറ്റുവേഷൻസിൽ എടുക്കേണ്ട മുൻകരുതലുകൾ നോക്കാം. വൈൽ വർക്കിംഗ് നിയർ ഓർ ഓൺ ഹൈ വോൾട്ടേജ് സപ്ലൈ എക്യുപ്മെന്റ്. ഹൈ വോൾട്ടേജ് സപ്ലൈ എക്യുപ്മെന്റ്സിന്റെ അടുത്ത് വർക്ക് ചെയ്യുമ്പോൾ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം. പ്രിക്കോഷൻസ് അഗേൻസ്റ്റ് ഡസ്റ്റ്, പൊടി, അമിതമായിട്ടുള്ള പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മാസ്ക് ധരിക്കുക, അങ്ങനെയുള്ള പ്രിക്കോഷൻസുകളൊക്കെ എടുക്കുക. എക്സ്പ്ലോസീവ് ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസ്, ഇനി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള കത്താൻ ചാൻസ് ഉള്ള മെറ്റീരിയൽസുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ പ്രിക്കോഷൻസ് എടുക്കണം. ഡേഞ്ചറസ് ഫ്യൂംസ് ആൻഡ് ഗ്യാസസ്, അല്ലെ, അപകടകരമായിട്ടുള്ള പുക, അതുപോലെ ഗ്യാസ്. ഫെൻസിങ് ഓഫ് മെഷീനറി, മെഷീനറിക്ക് ഇതുപോലെ എന്താണ് മെഷീനറി ഒക്കെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകള്. പ്രിക്കോഷൻസ് വൈൽ വർക്കിംഗ് നിയർ ഓൺ മെഷീനറി ഇൻ മോഷൻ, മെഷീനറി തൊട്ടടുത്ത് നിന്ന് വലിയൊരു മെഷീനൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക. ഡിവൈസസ് ഫോർ ഡിസ്കണക്ടിങ് പവർ, നമ്മള് ഇതുപോലെ തന്നെ എന്താണ് ഇപ്പോ നമ്മൾ പവർ പിടിക്കുമ്പോൾ, അതായത് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ മെഷീനൊക്കെ പ്രവർത്തിക്കുമ്പോൾ, അതായത് പ്ലഗ് ഒക്കെ നമ്മൾ കിട്ടുമല്ലോ, അപ്പൊ അങ്ങനെയുള്ള കണക്ഷൻ ഒക്കെ പിടിക്കുമ്പോൾ നമ്മൾ എന്താ പ്രിക്കോഷൻസ് വേണം. അവോയ്ഡിങ് ലിഫ്റ്റിംഗ് എക്സസീവ് വെയിറ്റ് ടു പ്രിവെന്റ് സ്പൈനൽ ഇഞ്ചുറീസ്, അതായത് അവോയ്ഡിങ് ലിഫ്റ്റിംഗ്, എടുത്ത് ഭാരമുള്ള വെയിറ്റ് ഉള്ള വസ്തുക്കൾക്ക് എടുത്ത് പൊക്കുമ്പോൾ സ്പൈനൽ ഇഞ്ചുറീസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന്, മീൻസ് നട്ടല് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാം. സോ അതൊക്കെ നമ്മൾ ഏറ്റവും സേഫ് ആയിട്ട് വേണം കൈകാര്യം ചെയ്യുവാൻ. In addition, there are provisions regarding emergency action equipment in case of fire, availability of power according to required specification, safety to plant and machinery. ഇനി എമർജൻസി ആക്ഷൻസ് എടുക്കണമെന്ന് ഇൻ കേസ് ഓഫ് ഫയർ, ഇപ്പൊ പെട്ടെന്ന് ഒരു തീപിടുത്തം ഉണ്ടായി, അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ മറ്റേ സേഫ്റ്റി, ഇപ്പൊ ഒരു പ്ലാന്റ് മെഷീനറി ഒക്കെ ആണെങ്കിൽ തീപിടുത്തമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ള എമർജൻസി ആക്ഷൻ പ്ലാൻസുകൾ ഉണ്ടായിരിക്കണം. ഈ അടുത്ത് നമ്മൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ കണ്ടായിരുന്നു ന്യൂസില്,
BPLC കൊച്ചിൻ റിഫൈനറിയിൽ ഇതുപോലെ ഒരു പ്ലാന്റിന് തീപിടുത്തം അല്ല ചെറിയ രീതിയിൽ ഒരു പുകയും കാര്യങ്ങളൊക്കെ വന്നത് കണ്ടായിരുന്നോ? ന്യൂസ് കാണാറുണ്ടോ? യെസ്, ശ്രദ്ധിച്ചോ? വായിച്ചായിരുന്നു നിങ്ങള്? പ്ലാന്റില് അത് എനിക്ക് തോന്നുന്നു ചെറിയൊരു കേബിളിന് എന്തോ ഇതായിട്ട് അത് പുകയും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ സേഫ് ആയിട്ട് കുറച്ച് അവിടെ ഉള്ള ആളുകളൊക്കെ നമ്മൾ കുറച്ച് മാറ്റി. അവിടെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ട്. അവിടെ എമർജൻസി ഇങ്ങനെ സംഭവിച്ചാൽ പ്ലാന്റാണ് മേ ബി ഫയർ തീപിടുത്തമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അവിടെ. സോ അപ്പൊ അതിനായിട്ടുള്ള എമർജൻസി ആക്ഷൻ പ്ലാനുകളൊക്കെ ഓൾറെഡി അവർ മുൻകൂട്ടി സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഇവിടെ പറയുന്നത് അങ്ങനെയാണ്. ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും എംപ്ലോയീസ് സേഫ് ആയിട്ട് നമ്മൾ പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ആ രണ്ടാമത്തെ പാരഗ്രാഫ് വായിക്കാം കേട്ടോ. ജസ്റ്റ് അത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ളൂ. അതിൽ വേറെ പ്രത്യേകം അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല. ഏതൊക്കെ സേഫ് ആയിട്ട് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കേണ്ടത് എവിടെയൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. അത് ഫുള്ള് എക്സാമ്പിൾ പോലെ പറയണം ഓരോ സെക്ഷനിലും. ഓക്കെ, വായിച്ചോ? ഓക്കെ, ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി. സെക്യൂരിറ്റിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്, സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വെൽഫെയർ ആൻഡ് റീക്രിയേഷണൽ ഫെസിലിറ്റീസ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വരുന്നത് എന്തൊക്കെയാണ് ഈ പറഞ്ഞു വന്നത്? അത് ഓർമ്മയുണ്ടോ? അതായത് എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന ബെനിഫിറ്റ്സുകളാണ്. അത് ഓരോ സെക്ഷനിൽ കൊടുക്കുന്ന ബെനിഫിറ്റ്സുകൾ. ഓക്കെ, മറന്നു പോകരുത് കേട്ടോ. നമ്മൾ പഠിച്ചിട്ടേ ഫസ്റ്റത്തെ ഭാഗം വിട്ടു പോകരുതും. എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന ബെനിഫിറ്റ്സുകളാണ് നമ്മൾ പറഞ്ഞത്. അത് ഓരോ ബെനിഫിറ്റ്സും അതിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ് അതിനുള്ളിൽ വരുന്നതാണ് ഹോളിഡേ, പെയ്ഡ് ഹോളിഡേ, ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സുകൾ. എംപ്ലോയി സെക്യൂരിറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന ബെനിഫിറ്റ്സുകളാണ് ലേ ഓഫ് കോമ്പൻസേഷൻ, റിട്രീച്ച്മെന്റ് കോമ്പൻസേഷൻ. പിന്നെ നമ്മൾ എംപ്ലോയീസിന്റെ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊവിഷൻസ് കൊടുക്കേണ്ട കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി നമ്മൾ നാലാമതായിട്ട് കൊടുക്കുന്ന ബെനിഫിറ്റ് ആണ് വെൽഫെയർ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റീസ്. ഇപ്പൊ നാലാമത്തെ ബെനിഫിറ്റ്സ് ആണ് വെൽഫെയർ ആൻഡ് റിക്രിയേഷണൽ. വെൽഫെയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, തൊഴിലാളികളുടെ ആ ഒരു ക്ഷേമത്തിനും അതുപോലെ റിക്രിയേഷണൽ ഫെസിലിറ്റി അവർക്ക് കുറച്ച് എന്താ പറയാ എന്റർടൈൻമെന്റ്സിനും അങ്ങനെയുള്ള ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന്. അപ്പൊ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ചധികം ഉണ്ട് പറയാനുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ. അത് നോക്കാം. ഫസ്റ്റ് വൺ, ഹൗസിംഗ് നോക്കാം. A roof over the head is one of the vital requirements for human beings to survive. അല്ലെ? ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ ജീവിക്കാൻ വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? പാർപ്പിടം എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടില്ലേ? ബേസിക് നീഡ്സ് പഠിച്ചിട്ടുണ്ടോ? ചെറിയ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കില്ലേ? മനുഷ്യന് ആവശ്യമായിട്ടുള്ള ബേസിക് നീഡ്സ് എന്തൊക്കെയാണ്? ബേസിക് നീഡ്സ് വേണ്ടത്? ബേസിക് നീഡ്സ് വേണ്ടത്? കൊച്ചുകുട്ടികളോട് ചോദിക്കണ പോലെ ഞാൻ ചോദിക്കുകയാണ്. എന്തൊക്കെയാണ് മനുഷ്യന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ, ഘടകങ്ങൾ, ബേസിക് നീഡ്സ്, അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? വായു, വെള്ളം, ജലം, പാർപ്പിടം പഠിച്ചിട്ടുണ്ടോ? ഇങ്ങനെ. ഓക്കെ, അപ്പൊ അതില് മനുഷ്യന് ഹ്യൂമന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയത് ആ മനുഷ്യന് അതിജീവിക്കാൻ, സർവൈവ് ചെയ്യാനായിട്ട്, അവന് ജീവിക്കാൻ വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്ത്? പാർപ്പിടം അല്ലെങ്കിൽ വീട് എന്നുള്ളത്. ഓക്കെ, അതാണ് റൂഫ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഒരു മേൽക്കൂര. ഓക്കെ, അതാണ് റൂഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. Lack of adequate housing is a cause of a great stress and worry for employees. അല്ലെ? അതായത് ഒരു ശരിയായിട്ടുള്ള ഒരു നല്ലൊരു താമസ സൗകര്യം ഉണ്ടായിരിക്കില്ല. അതിന്റെ അഭാവം എംപ്ലോയീസിന് വളരെയധികം സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ വരുത്തുന്നു. വിച്ച് adversely affect their work. അത് അവരുടെ വർക്കിനെയും ബാധിക്കുന്നു. Therefore, many organizations build quarters near the plant office of their employees. അതുകൊണ്ടാണ്
നമ്മൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ സ്ഥാപനങ്ങൾ, ചില സ്ഥാപനങ്ങളൊക്കെ ക്വാർട്ടേഴ്സ് കൊടുക്കും. അപ്പൊ ആ എംപ്ലോയീസിലുള്ളവർക്ക് ക്വാർട്ടേഴ്സിൽ തന്നെ അവർക്കും അവരുടെ ഫാമിലിക്കും ക്വാർട്ടേഴ്സിൽ താമസിക്കാം. ഏകദേശം കമ്പനിയുടെ തൊട്ടടുത്തായിട്ട് തന്നെയൊക്കെ ആയിരിക്കും ക്വാർട്ടേഴ്സുകൾ ഉള്ളത്. കേട്ടിട്ടില്ലേ ക്വാർട്ടേഴ്സ് എന്ന്? കേട്ടിട്ടുണ്ടോ? കമ്പനിയിലൊക്കെ ക്വാർട്ടേഴ്സുകൾ നമ്മൾ കൊടുക്കും. അപ്പൊ നിയർ ദ ഓഫീസ് ഓർ ദെയർ വർക്ക്, അവരുടെ വർക്ക് ആ ഒരു വർക്കിന്റെ അവിടെ നിന്ന് തന്നെ തൊട്ടടുത്തായിരിക്കും നമ്മൾ ക്വാർട്ടേഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ചാർജ് എ മിനിമൽ റെന്റ്, ഒരു മിനിമൽ റെന്റിനായിരിക്കും കേട്ടോ ഇങ്ങനെ ക്വാർട്ടേഴ്സ് നമ്മൾ കൊടുക്കുന്നത്. സം ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് ആൻഡ് ഓർ അറേഞ്ച് ഫോർ ഹൗസിംഗ് ലോൺസ് ഫോർ എംപ്ലോയ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്. ഇനി ക്വാർട്ടേഴ്സും കൊടുക്കും, കുറഞ്ഞ ഒരു റേറ്റിൽ നമ്മൾ ക്വാർട്ടേഴ്സും കമ്പനി കൊടുക്കും. ഇനി ചില കമ്പനികളാണെങ്കിൽ അവർക്കിപ്പോ വീട് വെക്കാനായിട്ടോ അങ്ങനെയുള്ള ഹൗസിംഗ് ലോൺസുകളും ഏർപ്പാടാക്കി കൊടുക്കുന്നത് ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ, വളരെ കുറഞ്ഞ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റില് ലോൺസുകളും ചില കമ്പനികൾ നടപ്പാക്കി കൊടുക്കുന്നു. എല്ലാ കമ്പനികളും അല്ലാട്ടോ, ചില കമ്പനികൾ ക്വാർട്ടേഴ്സും കൊടുക്കും. ഇതുപോലെ തന്നെ ഹൗസിംഗ് ലോൺ ആവശ്യമുള്ള എംപ്ലോയീസിനാണെങ്കിൽ കുറഞ്ഞ പലിശ നിരക്കില്, കുറഞ്ഞ ഇൻട്രസ്റ്റില്ല ലോൺസും അവര് പാസ്സാക്കി കൊടുക്കുന്നു. ഏതാണ് ഫസ്റ്റ് വൺ ഹൗസിംഗ് എന്ന് പറയുന്നത്? ക്ലിയർ ആണല്ലോ? ഹൗസിംഗ് മനസ്സിലായോ? ഹൗസിംഗിൽ പറയുന്നത് എന്തൊക്കെയാണ്? ഓക്കെ, എളുപ്പമാണ് ആ ഒരു സെക്ഷൻ. ഇനി രണ്ടാമത്തേതാണ് ക്യാൻറ്റീൻ. നിങ്ങൾക്ക് അറിയാം, നോക്കാം. This facility is of the great interest for both the management and employees. അല്ലെ, ഈ ഒരു ക്യാൻറ്റീൻ എന്ന് പറഞ്ഞ ഫെസിലിറ്റി മാനേജ്മെന്റിനാണെങ്കിലും അതുപോലെ തന്നെ എന്താണ് എംപ്ലോയീസിനാണെങ്കിലും ആവശ്യമുള്ള ഒന്നാണ്. Availability of good and fresh food at the workplace at affordable rate is important for employees. അല്ലെ, ഇപ്പൊ എംപ്ലോയീസിന്റെ ചില കമ്പനികളിലൊക്കെ ആണെങ്കിൽ അവരുടെ തന്നെ ക്യാൻറ്റീൻ ഉണ്ടാവും. ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റില് അവിടെയുള്ള ജീവനക്കാർക്ക് അവർക്ക് അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാം. അപ്പോൾ അവർക്ക് ഒരു നിശ്ചിത ഒരു റേറ്റ് വരികയുള്ളൂ. Then section 46 of the Factories Act 1948. 1948 നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്ടറീസ് ആക്ടിനകത്ത് 46 സെക്ഷനിൽ impose a statutory obligation for employees to provide canteens in factory employing more than 250 workers. ഒരു കമ്പനിയിൽ 250-ലധികം വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു കമ്പനിയിൽ ക്യാൻറ്റീൻ ഉണ്ടായിരിക്കണം എന്ന് 1948 ഫാക്ടറീസ് ആക്ടില് സെക്ഷൻ 46 പരാമർശിക്കുന്നുണ്ട്. അതായത് ഒരു 250 സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവിടെ എന്താണ് ഒരു ക്യാൻറ്റീൻ അവർക്ക് വെക്കാവുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളത് ഈ ഒരു ആക്ടിൽ പറയുന്നുണ്ട്. മോസ്റ്റ് ഓർഗനൈസേഷൻ ഈവൻ ദോസ് വിത്ത് ലെസ് ദാൻ 250 വർക്കർ ടു ഹാവ് വോളണ്ടറി പ്രൊവൈഡഡ് ക്യാൻറ്റീൻ ഫെസിലിറ്റി. ടോട്ടൽ ഒരു ബേസിക് ആയിട്ട് 250 വർക്കേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് നമുക്ക് നഷ്ടമാണ് അല്ലെ, 1-2 സ്റ്റാഫുകളെ വെച്ചിട്ട് ഒരു ക്യാൻറ്റീൻ വെച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. സോ അതുകൊണ്ടാണ് അവിടെ ഒരു 250 എന്നുള്ളൊരു കണക്ക് പറയുന്നത്. Then meals are made available to employee at subsidiary rate in this canteen. ഇപ്പൊ മീൽസ് ഒക്കെ ആണെങ്കിൽ ഒരു സബ്സിഡിയറി റേറ്റില് ഒരുപാട് ഭയങ്കര എന്താ പറയാ ഒരു ഭയങ്കര കഫേൽക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര റേറ്റിലൊന്നല്ല, നോർമൽ ആയിട്ടുള്ള ഒരു സബ്സിഡിയറി റേറ്റിലായിരിക്കണം അവർക്ക് മീൽസും മറ്റു ഫുഡ്സുകളും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതാണ് ക്യാൻറ്റീൻ സൗകര്യങ്ങൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ കമ്പനികളിലൊക്കെ ആണെങ്കിൽ പോകുമ്പോൾ ചിലപ്പോ അതിനോട് തന്നെ ക്യാൻറ്റീൻ ഉണ്ടാവും. നമ്മൾ എക്സ്ട്രാ ഫുഡ് ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുപോകേണ്ട കാര്യമില്ല, ക്യാൻറ്റീനിൽ തന്നെ നമുക്ക് കഴിക്കാം. ഫുഡ് ഫ്രീ ഒന്നും ആയിരിക്കില്ല, എങ്കിലും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലായിരിക്കും അവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കാം കേട്ടോ. 3 വായിപ്പിച്ചാൽ പോരെ? കുഴപ്പമില്ലല്ലോ, ഇത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പോകുന്നത്. 3ാമത്തെ കൂടി വായിച്ചിട്ട് ഞാൻ വായിപ്പിക്കാം കേട്ടോ. ഓക്കെ, ഇനി 3ാമത്തെ നോക്കാം. എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്. Organizations take care of the educational needs of the employee and their families members. എംപ്ലോയിനെയും അതുപോലെ തന്നെ എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സ് കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. സോ ഫാമിലി മെമ്പേഴ്സിനെയും അവരുടെ എഡ്യൂക്കേഷണൽ നീഡ്സിന് അവർക്ക് അതിന് എഡ്യൂക്കേഷണൽ ആവശ്യങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. Organization grants easy loans to employees for studying to enhance their qualification or for the education of their family members. എഡ്യൂക്കേഷൻ ലോൺസുകൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. ചിലപ്പോൾ ആ സ്റ്റാഫിന് തന്നെ എംപ്ലോയിക്ക് തന്നെ പഠിക്കണമെങ്കിലും ലോൺ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സ്, ചിലപ്പോൾ വൈഫിനാവാം, കുട്ടികൾക്കാവാം, അങ്ങനെ ഏതാണോ ഫാമിലി മെമ്പേഴ്സ് അവർക്കും കൂടി എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ലോൺസുകൾ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. സം ഓർഗനൈസേഷൻ ഓൾസോ ഹാവ് ലൈബ്രറി ഫെസിലിറ്റി. അതുപോലെ തന്നെ ചില കമ്പനികൾക്കൊക്കെ ആണെങ്കിൽ അവരുടെ തന്നെ സ്വന്തം ലൈബ്രറി സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. ലോണും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ അത് എംപ്ലോയിക്ക് വേണമെങ്കിൽ പഠിക്കാം. ചിലപ്പോ
നമ്മൾ പറയും വർക്ക് ചെയ്യുമ്പോൾ തന്നെ ക്വാളിഫിക്കേഷൻ ഒക്കെ കൂടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രൊമോഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ഡിഗ്രി കൂടി വേണമായിരിക്കും, അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ കൂടി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ഒരു ഡിപ്ലോമയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എംപ്ലോയീസിനാണെങ്കിലും ഇനി എംപ്ലോയീസിന്റെ ഫാമിലിയിലും മറ്റു മെമ്പേഴ്സിനാണെങ്കിലും കമ്പനി അതിനുള്ള ഒരു ലോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നു. ഓക്കെ, ഫസ്റ്റ് 3 നിങ്ങളത് വായിച്ചോളൂ കേട്ടോ. ഹൗസിംഗ്, ക്യാൻറ്റീൻ, എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി. മനസ്സിലാക്കി വായിച്ചു പോകാം കേട്ടോ. അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പ്രത്യേകം അണ്ടർലൈൻ ഒക്കെ ചെയ്യേണ്ട, വായിച്ച് മനസ്സിലാക്കാം. കംപ്ലീറ്റ് ചെയ്തോ ആദ്യത്തെ 3? ഓക്കെ, ഇനി 4ാമത്തെ നോക്കാം. കൺസ്യൂമർ സൊസൈറ്റീസ്. These are cooperative credit societies that are formed to make employees self-independent in matters of loan requirements rather than being വായിച്ചത് മാറിപ്പോയിട്ടോ. കൺസ്യൂമർ സൊസൈറ്റി അല്ലേ 4ാമത്തെ നമ്മൾ വായിക്കേണ്ടത് നോക്കാം. കൺസ്യൂമർ സൊസൈറ്റി, ഓർഗനൈസേഷൻ വിത്ത് their premises and staff quarters located at places far away from market facilities, setting up of consumer items stores in the workers' residence. അതായത് നമ്മൾ പറഞ്ഞു കമ്പനി ക്വാർട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. സോ ഈ ക്വാർട്ടേഴ്സിന്റെ അടുത്തൊന്നും ഒരു എന്താണ് മാർക്കറ്റ് ഫെസിലിറ്റി, അതായത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനോ അങ്ങനെയുള്ള ഒരു മാർക്കറ്റിംഗ് ഫെസിലിറ്റി കടകളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണെങ്കിൽ നമ്മൾ അവിടെ ഒരു കൺസ്യൂമർ സ്റ്റോർ, കമ്പനി തന്നെ കമ്പനിയുടെ ഒരു കൺസ്യൂമർ സ്റ്റോർ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് അത്യാവശ്യമുള്ള നമുക്ക് പലചരക്ക് സാധനങ്ങൾ സ്റ്റോറിൽ അറിയാലോ സാധനങ്ങള്, നമ്മൾ അവിടെ ഒരു സ്റ്റോർ, കമ്പനി തന്നെ ഒരു കമ്പനിയുടെ ഒരു സ്റ്റോർ നിർമ്മിക്കുന്നു. Such stores are managed by societies and ensures availability of consumer goods at reasonable prices. കൺസ്യൂമർ ഗുഡ്സ് റീസണബിൾ ആയിട്ടുള്ള പ്രൈസസിൽ ഇതുപോലെ സ്റ്റോറുകൾ കമ്പനി തന്നെ അവരുടെ സ്റ്റോർ നിർമ്മിക്കുന്നു. സോ ഈ സ്റ്റോറിൽ നിന്നും ഈ കമ്പനിയിലെ സ്റ്റാഫുകൾക്ക്, ക്വാർട്ടേഴ്സിലൊക്കെ താമസിക്കുന്ന വ്യക്തികൾക്ക് ഈ സ്റ്റോറിൽ നിന്നും വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അപ്പൊ അവർക്കും റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലായിരിക്കും അത് പർച്ചേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സാമ്പിൾ പറയണമെങ്കിൽ നിങ്ങൾ കിറ്റെക്സിന്റെ കേട്ടിട്ടുണ്ടോ? കിറ്റെക്സ് അറിയോ? കേട്ടിട്ടുണ്ടോ? കിറ്റെക്സിന്റെ ഇതുപോലെ ഒരു സ്റ്റോറൊക്കെ അവര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയോ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കിറ്റെക്സിന്റെ ഇതുപോലെ നമ്മുടെ എറണാകുളം കിഴക്കമ്പലത്താണ്. അതുപോലെ അവിടെയുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട്, മീൻസ് പുറത്തുനിന്നുള്ളവർക്കും വരാം. 2020 ഓക്കെ കുറച്ച് ഇയർ മുന്നാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെ ഒരു സ്റ്റോറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസസിൽ ആ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഇതുപോലെ സാധനങ്ങളൊക്കെ ഗുഡ്സ് ഒക്കെ എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്തതാണ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. നെക്സ്റ്റ് വൺ ക്രെഡിറ്റ് സൊസൈറ്റി നോക്കാം.
These are cooperative credit societies that are formed to make സ്റ്റോർ നെയിം 2020 എന്നായിരുന്നു. യെസ്, ഓക്കെ ഓക്കെ, ഓർക്കണുണ്ട്, മറന്നുപോയി, പേര് ഓർക്കണില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ. അല്ല, ഇക്കമാണോ വീട്? എറണാകുളത്താണോ? ആണോ? ഓക്കെ ഓക്കെ. കിറ്റക്സിന്റെ ആ ഏരിയയിലാണോ? അവിടെ അടുത്താണോ? ഓക്കെ. അല്ല അല്ല, ഓക്കെ ഓക്കെ. പേര് ഓർമ്മയില്ല. കിറ്റക്സിന്റെ ഇങ്ങനെ തുടങ്ങിയതായിട്ട് ഓർക്കുന്നുണ്ട്, പക്ഷെ എന്റെ പേര് ഓർത്തില്ല കേട്ടോ. ഓക്കെ. 2020 എന്ന സ്റ്റോറിന്റെ പേരാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ ഓർത്തിന് 2020 ഇയറിലാണെന്ന് പറഞ്ഞു. ഓക്കെ, നോക്കാം. അപ്പൊ ഇനി ക്രെഡിറ്റ് സൊസൈറ്റി നോക്കാം കേട്ടോ. These are cooperative credit societies that are formed to make employees self-independent in matters of loan requirements. അതായത് ഇപ്പൊ കമ്പനിയിലെ സ്റ്റാഫുകൾക്ക് ഒരു സെൽഫ് ഇൻഡിപെൻഡൻസ് ആണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്ക് ലോൺസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. Rather than being compelled to borrow from money lenders at a high interest rate, such as society are formed to ensure careful use of money among employees. അതായത് ഇപ്പോൾ കമ്പനിയിലെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന അവർക്ക് വേണ്ടിയിട്ട് ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി അവിടെ വരികയാണ്. നമുക്ക് ഇതുപോലെ ഒരു മണി ലെൻഡേഴ്സ്, അറിയാലോ മണി ലെൻഡർ ആരാണെന്ന്, പണമിടപാടുകൾ ഇതിനൊക്കെ നമ്മൾ പൈസയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെ. നമ്മൾ പറയാറുണ്ട് ബ്ലേഡ് എന്ന് കേട്ടിട്ടുണ്ടോ? പലിശക്കാരിൽ നിന്നൊക്കെ പലിശക്ക് നമ്മൾ പൈസ എടുക്കും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ അടയ്ക്കേണ്ടത്. സോ അതിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കമ്പനി തന്നെ ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി നിർമ്മിച്ചുകൊണ്ട് ഒരു തുച്ഛമായിട്ടുള്ള ചെറിയൊരു രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റിലൂടെ അവർക്ക് ലോൺസുകളും മറ്റും എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അത് കമ്പനിയുടെ ഉള്ളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇതുപോലെയുള്ള ഒരു വലിയ പണമിടപാടുകളിൽ നിന്നോ അല്ലെങ്കിൽ ഇതുപോലെ എന്താണ് പലിശക്കാരിൽ നിന്നൊക്കെ പൈസ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത്രയും ഇൻട്രസ്റ്റും വരുന്നില്ല. നമ്മള് കമ്പനി കൊടുക്കുന്ന ലോൺസ് ഒക്കെ ആകുമ്പോൾ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആണ്. സോ ഇൻട്രസ്റ്റ് വളരെ കുറവായിട്ടുള്ള രീതിയിൽ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ലോൺസുകളും മറ്റും നൽകുന്നു. ആണ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് എംപ്ലോയി കൗൺസിലിംഗ് നോക്കാം. ഓർഗനൈസേഷൻ ഹയർ സർവീസ് ഓഫ് പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ഫോർ സെറ്റിംഗ് പേഴ്സണൽ പ്രോബ്ലംസ് ഓഫ് എംപ്ലോയി. ഓർഗനൈസേഷൻ തന്നെ ഒരു അവിടെ ഒരു കൗൺസിലറെ നിയമിക്കുന്നു. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കൗൺസിലറെ നമ്മൾ ഓർഗനൈസേഷൻ തന്നെ നിയമിക്കുന്നു. എന്തിനു വേണ്ടി? സെറ്റിംഗ് പേഴ്സണൽ പ്രോബ്ലംസ് ഓഫ് എംപ്ലോയി. അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എല്ലാവർക്കും പ്രോബ്ലം ഉണ്ടാവുന്നില്ല എങ്കിലും ചിലപ്പോ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അധികമോ പേർക്കോ പേഴ്സണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. സോ ഈ പേഴ്സണൽ പ്രോബ്ലംസ് നമ്മുടെ വർക്കിനെയും അത് അഫക്ട് ചെയ്യില്ലേ? നമ്മളുടെ മൈൻഡ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും നമ്മളുടെ പെർഫോമൻസ്. ആണോ? അല്ലേ? നമ്മളൊരു ജോലിയിൽ നിങ്ങൾ പോണേ, നമ്മളൊരു ജോലിയിൽ ഇപ്പൊ എക്സാമ്പിൾ ജോലി വേണ്ട, നിങ്ങൾ പഠിക്കണേണ്, നിങ്ങളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ മൈൻഡ് അനുസരിച്ചിരിക്കും നിങ്ങളുടെ അന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. ആണോ? ആ ഒരു ഡേ നമ്മൾ എങ്ങനെയാണോ, നമ്മളിപ്പോ നിങ്ങളിപ്പോ രാവിലെ എണീറ്റ് വന്നു, നിങ്ങൾക്ക് ഒട്ടും ഭയങ്കര നമുക്കിപ്പോ ചില സമയത്ത് നമ്മൾ പറയാറില്ല ഇന്ന് മൂഡ് ശരിയല്ല, പറയാറുണ്ടോ? ഞാനും നിങ്ങളും സ്വാഭാവികമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇന്നൊരു സുഖമില്ലാത്തൊരു ദിവസമാണ് അല്ലെ ഇന്ന്. പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നു ആ ദിവസം മൊത്തം എന്താ പറയാ ശരിയായിട്ട് പോകില്ല. ഇല്ലേ? അതല്ലേ സത്യാവസ്ഥ? ആണോ? ചിലപ്പോ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ പേഴ്സണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടായിരിക്കാം. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരിക്കാം. സോ അത് നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണെങ്കിലും ആ പ്രവൃത്തിനെ അഫക്ട് ചെയ്യും അല്ലെ. അപ്പൊ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ ആ എംപ്ലോയിക്ക് അയാൾക്ക് എന്താ പറയാ പേഴ്സണൽ ആയിട്ട് പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും അത് അവന്റെ വർക്കിലും അത് വളരെയധികം ബാധിക്കുകയും ചെയ്യും. സോ അങ്ങനെ പേഴ്സണൽ എംപ്ലോയീസിന്റെ പേഴ്സണൽ ആയിട്ടുള്ള പ്രോബ്ലംസിനെ അവർ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൗൺസിലേഴ്സിനെ നിയമിക്കുന്നു. Employee having personal problems can easily approach these counselors for a price. ഒരു ചെറിയൊരു നിശ്ചിത പ്രൈസിൽ നമുക്ക് ഇതുപോലെ ഒരു കൗൺസിലറെ ഒക്കെ വെച്ചിട്ട് കമ്പനി ഒരു കൗൺസിലറെ നിയമിച്ചിട്ടുണ്ടാകും. സോ ഈ കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തി എംപ്ലോയീസിന്റെ അപ്രോച്ചിൽ അവരുടെ ആ ഒരു സമീപനം എംപ്ലോയീസിന്റെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഈസിലി ആയിട്ട് മാറ്റാനായിട്ട് സഹായിക്കുന്നു. Such counseling provide mental peace and comfort to employees. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഒരു മെന്റൽ പീസ് അല്ലെ, മാനസികമായിട്ടുള്ള ഒരു സമാധാനം കിട്ടും. അതുപോലെ തന്നെ എന്താണ് എംപ്ലോയിക്ക് ഒരു കംഫോർട്ട്, അവന് സ്വയം ഒരു കംഫോർട്ട്നെസ് ഫീൽ ചെയ്യും. Thus promoting punctuality and professionalism and
resulting improvement in habits like absenteeism and absenteeism. എന്താണ് പറയുന്നത്? അപ്പോ ഇത് അതായത് നമ്മളൊരു കൗൺസിലിംഗ് ചെയ്യുന്നത് അവനൊരു കൃത്യനിഷ്ഠത ഉണ്ടായിരിക്കും, കൃത്യനിഷ്ഠത വരുത്തുന്നു, അതുപോലെ ഒരു പ്രൊഫഷണലിസം ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ എന്താണ് ആബ്സെന്റിസം എന്നൊരു ഹാബിറ്റിന് തന്നെ നമുക്ക് ഇംപ്രൂവ്മെന്റ്സ് വരുത്താണ്. അതായത് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുക, അല്ലെങ്കിൽ എന്താ പറയാ ആബ്സെന്റിസം മീൻസ് നമ്മളൊരു എന്താ പറയാ ഒരു നിസ്സംഗത, അതായത് എല്ലാത്തിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്നൊരു മൂടില്ല, അപ്പൊ നമ്മൾ ചിലപ്പോ ചില കാര്യങ്ങൾക്ക് പോകേണ്ടതായിട്ട് വരുമ്പോ ഇന്ന് എനിക്കൊരു സുഖമില്ല, അന്ന് ഞാനിന്ന് ക്ലാസ്സിൽ പോണില്ല, അല്ലെങ്കിൽ ഞാനൊന്നും പഠിക്കണില്ല, അപ്പൊ നമ്മൾ എല്ലാത്തിൽ നിന്നും പിന്മാറുന്ന ഒരു സ്വഭാവം, അതാണ് ഈ ആബ്സെന്റിസം ആൻഡ് ആബ്സെന്റ് മൈൻഡ്നെസ് എന്ന് പറയുന്നത്. പിന്മാറുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് പേഴ്സണലി പല കാര്യങ്ങളും ഉണ്ടാകും. സോ അതിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളിൽ നമ്മളൊരു പിന്മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കൗൺസിലിന് കിട്ടുകയാണെങ്കിൽ എംപ്ലോയീസിന് ഒരു കൃത്യനിഷ്ഠത ഉണ്ടായിരിക്കും, അതുപോലെ ഒരു പ്രൊഫഷണലിസം ഉണ്ടാകും. ദെൻ അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെയുള്ളൊരു ആബ്സെന്റിസം എന്നുള്ളൊരു ഹാബിറ്റിനെ തന്നെ നമുക്ക് ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നു. കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? കൗൺസിലിംഗിന് പോയിട്ടുണ്ടോ? ആരും പോയിട്ടില്ല. കൗൺസിലിംഗിന് പോയിട്ടുണ്ടോ ആരെങ്കിലും? നമുക്ക് കൗൺസിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു മെന്റലി വളരെയധികം കംഫോർട്ട് തരുന്ന ഒന്നാണ് കേട്ടോ കൗൺസിലിംഗ്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മൾ എവിടെ വരെയാണ് വായിച്ചത്? സി വരെയല്ലേ നോക്കിയത്? കൺസ്യൂമർ സൊസൈറ്റി വായിക്കാം, ക്രെഡിറ്റ് സൊസൈറ്റിയും എംപ്ലോയി കൗൺസിലിംഗ്. വായിച്ചോ മൂന്നെണ്ണം? നെക്സ്റ്റ് വൺ ലീഗൽ അസിസ്റ്റൻസ്, നിയമപരമായിട്ടുള്ള ഒരു സഹായം. Organizations provide legal assistance to employee through lawyers employed by the organization by hiring the service of external lawyers. അതായത് ഒരു കമ്പനി, നമ്മുടെ കമ്പനി എംപ്ലോയീസിനായിട്ടുള്ള നിയമ സഹായങ്ങളും എംപ്ലോയീസിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. അതായത് കമ്പനി പുറത്തു നിന്നും, അതായത് കമ്പനിയുടെ ഉള്ളിലുള്ളതല്ല, പുറത്തു നിന്നും ഒരു വക്കീലിനെ കമ്പനിക്ക് വേണ്ടി, കമ്പനിയിലുള്ള എംപ്ലോയീസിന് എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് എന്താ പറയാ അസിസ്റ്റ് ചെയ്യാനായിട്ട് കമ്പനി തന്നെ പുറത്തു നിന്നും ഒരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, ഒരു ലോയറിനെ കമ്പനി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇപ്പൊ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ മേ ബി ഇപ്പോ ഫാമിലി പരമായിട്ടോ പേഴ്സണലി എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ലോയറിനെ നമുക്ക് സമീപിക്കാം. നമ്മള് ഒരു ലോയറിനെ തപ്പി നടക്കേണ്ട ആവശ്യമില്ലാന്ന് കമ്പനിയുടെ പ്രശ്നങ്ങൾ തീർപ്പാക്കാനും അല്ലെങ്കിൽ പരിഹരിക്കാൻ എംപ്ലോയീസിന്റെ പ്രശ്നങ്ങളൊക്കെ ലീഗൽ ആയിട്ടുള്ള പ്രോബ്ലംസിനെ പരിഹരിക്കാൻ വേണ്ടി കമ്പനി തന്നെ പുറത്തു നിന്നും ഒരു വക്കീലിനെ ഏർപ്പാടാക്കിയിരിക്കുന്നു. നിങ്ങൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പണ്ട് കാലത്തെ സിനിമകളിലൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഫാമിലി അല്ലെ, കുടുംബ വക്കീലൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടാവും ഇല്ലേ? ആ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ആ ഒരു വക്കീലായിരിക്കും അല്ലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തത്. ഒത്തിരി ഫിലിമുകളിൽ അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? ആ കുടുംബത്തില് വലിയ തറവാട് അങ്ങനെയുള്ള മീൻസ് കൂട്ടുകുടുംബമായിട്ടൊക്കെ ഉള്ള വലിയ കുടുംബങ്ങളൊക്കെ ആണെങ്കിൽ
എന്താണ് പണ്ട് കാലത്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഒരു കുടുംബത്തില് ഒരു കുടുംബ വക്കീൽ ഉണ്ടാവും. അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാം പരിഹരിക്കുന്നത് വക്കീലായിരിക്കും എല്ലാ കാര്യങ്ങളും. കാരണം അന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ആ ഒരു കുടുംബ വക്കീലായിരിക്കും. അപ്പൊ ഇവിടെ അതുപോലെ തന്നെയാണ്. ഒരു കമ്പനി പുറത്തുനിന്നുള്ള ഒരു വക്കീലിനെ കമ്പനിയിലെ പ്രശ്നങ്ങളൊക്കെ ലീഗൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനും എംപ്ലോയീസിന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനും വേണ്ടി ഒരു വക്കീലിനെ കമ്പനി തന്നെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഓക്കെ. ഹോളിഡേ ഹോംസ് നോക്കാം. Some large organization set up holiday homes at hilly areas or arrange for contract accommodation in health resorts at organization cost for their employees to unwind, revitalize, or just rest and resume their work with recharged zeal and enthusiasm. അതായത് വേറെ ഒന്നുമല്ല, കുറെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെ ഉണ്ടതില്ല. അതൊന്നും നിങ്ങൾ നോക്കണ്ട. അതായത് ലാർജ് ഓർഗനൈസേഷൻസ്, വലിയ ഇപ്പൊ ഒരു IT അല്ലെങ്കിൽ മൾട്ടി ഡെവലപ്ഡ് ആയിട്ടുള്ള കമ്പനികൾ, IT സെറ്റപ്പ് അങ്ങനെയുള്ള ഭയങ്കര വലിയ കമ്പനികൾ, ചെറിയ സ്ഥാപനങ്ങളെന്നല്ല ഇവിടെ പറയുന്നത്. വലിയ ഓർഗനൈസേഷൻസുകള് അവർക്ക് തന്നെ ചിലപ്പോ ഹില്ലി ഏരിയാസിലോ, ഇപ്പോ അങ്ങനെ അറിയാലോ, ഹില്ലി ഏരിയാസിലോ മറ്റും അവർക്ക് ഹോം സ്റ്റേ ചെയ്യാനായിട്ടുള്ള റിസോർട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ അവർക്കുള്ള അക്കോമഡേഷനും ഇതുപോലെ തന്നെ കമ്പനി സ്റ്റാഫിന് ഇങ്ങനെയുള്ള ഒരു ഹോം സ്റ്റേയിലൊക്കെ കൊണ്ടുപോയി, അല്ലെങ്കിൽ എന്താ പറയാ ഒരു പിക്നിക് ഒക്കെ പോലെ തന്നെ അവരുടെ റിസോർട്സിലൊക്കെ കൊണ്ടുപോയി അതിനകത്ത് ഫുൾ ചെലവുകളും കാര്യങ്ങളും കോസ്റ്റ് മൊത്തം നിർവഹിക്കുന്നത് കമ്പനി തന്നെയായിരിക്കുന്നത്. എംപ്ലോയീസിനെ കൊണ്ടുപോയിട്ട് അവർക്കൊരു റിഫ്രഷ്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ തന്നെ ചിലപ്പോ റിസോർട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ അവർ എക്സ്ട്രാ നമ്മൾ റിസോർട്സ് ഒക്കെ എടുത്ത് അതിന്റെ ചെലവ് മൊത്തം കോസ്റ്റ് വഹിക്കുന്നത് കമ്പനി തന്നെയായിരിക്കും. അത് വലിയ ഓർഗനൈസേഷൻസിലാണ് പറയുന്നത്. ചെറിയൊരു കമ്പനി ആണെങ്കിലും അങ്ങനെ കൊണ്ടുപോകുമോ? ഇല്ല. അറ്റ്ലീസ്റ്റ് എന്താ പറയാ വലിയ ഓർഗനൈസേഷൻസിലൊക്കെയാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഇനി ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി. ഓർഗനൈസേഷൻ provide pick and drop facilities to those employees who are not staying in the quarters of the organization. ഇനി ക്വാർട്ടേഴ്സിൽ താമസിക്കാത്ത എംപ്ലോയീസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് വേണ്ടി ഓർഗനൈസേഷന്റെ കമ്പനി വണ്ടി ഉണ്ടാവുന്നു. അവരെ പിക്കപ്പ് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനൊക്കെ കമ്പനി വണ്ടികൾ വരും. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ വീടിന്റെ അവിടേക്ക് ഇതുപോലെ പിക്കപ്പ് ചെയ്യാനും മറ്റും അപ്പോളോ പോലുള്ള അങ്ങനെയുള്ള കമ്പനികൾ. അതുപോലെ ഏതൊക്കെയാണ് കമ്പനികള് നിങ്ങളുടെ അവിടെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ വരുന്നത് കണ്ടിട്ടുണ്ടോ? വാഹനങ്ങള് കമ്പനിയുടെ വണ്ടികൾ വന്നിട്ടുണ്ടോ? പെട്രോളിന്റെ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് BPSLന്റെ ഉണ്ട്. അതുപോലെ അങ്ങനെ ഓരോ കമ്പനികളുടെ ഏതാണ് സദർലാൻഡ്. ഓക്കെ. അങ്ങനെ ഓരോ കമ്പനികള് അവരുടെ സ്റ്റാഫിനെ ഡ്രോപ്പ് ചെയ്യാനായിട്ടുള്ള വാഹനങ്ങൾ അവരുടെ കമ്പനി വാഹനങ്ങളിൽ തന്നെ അവർക്ക് പോവുകയും ചെയ്യാം. വർക്ക് കഴിഞ്ഞിട്ട് അവരുടെ കമ്പനി വാഹനത്തിൽ തന്നെ തിരിച്ചുകൊണ്ടാണ്. Then this improves punctuality and reduce stress among employees. അപ്പൊ ഇതൊരു കൃത്യനിഷ്ഠത ഉണ്ടാക്കുന്നു. അതായത് കൃത്യമായിട്ട് ആ വണ്ടി കറക്റ്റ് സമയത്ത് വരുന്നു, ഇതൊരു ജോബ് കൃത്യസമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഒരു പങ്ക്ച്വാലിറ്റി എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടാക്കുന്നു. വെൽഫെയർ സെക്ഷൻ നോക്കാം. Some organizations establish welfare sections or departments managed by welfare officers to look into matters related to welfare benefits, so as to enable effective implementation of welfare schemes initiated by the organization. This is one of the point contract place, and hence employees do not have to run from pillar to post to solve any of their welfare related problems. അതായത് എന്താ പറയാ വെൽഫെയർ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇതുപോലെ ക്ഷേമ, അതായത് തൊഴിലാളികളുടെ എംപ്ലോയീസിന് ഇതുപോലെ തന്നെ ഒരു ക്ഷേമ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓരോ സെക്ഷനിലും ഒരു ക്ഷേമനിധി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? മലയാളത്തിൽ പറയണമെങ്കിൽ ഒരു കമ്പനിയില് അവര് തന്നെ ഒരു നമ്മൾ പറയില്ലേ ചിട്ടി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ എന്താണ് ഒരു വെൽഫെയർ ഒരു സെക്ഷൻ ഉണ്ടാവും. അപ്പൊ അതില് അവർക്ക് പേയ്മെന്റ്സ് ഒക്കെ ചെയ്തുകൊണ്ട് വെൽഫെയർ അവർക്ക് ലോൺസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ എന്താണ് എംപ്ലോയീസിന് ഒരു വെൽഫെയർ സ്കീം, ഒരു ചെറിയൊരു സമ്പാദ്യ പദ്ധതി പോലെയാണ് ഈ വെൽഫെയർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ക്ഷേമനിധി. അതുപോലെ ഇത് എംപ്ലോയീസ് കുട്ടിയുടെ ആകുമ്പോൾ ക്ഷേമ പെൻഷൻ ഒക്കെ കിട്ടാറുണ്ട്. അത് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ മുതിർന്ന ക്ഷേമ പെൻഷൻ കിട്ടുന്നത്. ഓക്കെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് ഇതുപോലെ നമ്മൾ ഒരു ക്ഷേമ സെക്ഷൻ ഉണ്ട്, വെൽഫെയർ സെക്ഷൻ ആണ്. നമ്മൾ അതിനകത്ത് നമ്മളൊരു കോൺട്രിബ്യൂട്ട് ചെയ്യും.
100 രൂപയുടെ ഒക്കെ ആകുമ്പോൾ ക്ഷേമ പെൻഷനൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നു. ഇതിനെത്ര ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ലീഗൽ അസിസ്റ്റൻസ് 4 വായിച്ചു നോക്കാം. മനസ്സിലോ? 2 പോയിന്റ് കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിക്നിക്സ് ആൻഡ് പാർട്ടീസ്. Once or twice in a year, organization arrange staff picnics or celebrate birthday parties of employees. Festival days or celebrate milestone achieved by the organization. Picnics and parties promote coordination, cooperation and bonding among employees. അതായത് ഇപ്പൊ കമ്പനികൾ വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 പ്രാവശ്യം, വർഷത്തിൽ ഒരിക്കലായിരിക്കും മിക്ക കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വർഷത്തിൽ ഒരിക്കൽ എംപ്ലോയീസിന് പിക്നിക്കിന് ടൂർ കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ പാർട്ടീസ് ഒക്കെ, അതുപോലെ ഫെസ്റ്റിവൽ ഡേയ്സുകളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഓണം, ക്രിസ്മസ്, അതുപോലെ അങ്ങനെയുള്ള ഫെസ്റ്റിവൽ ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇത് കൂടുതലും കോർപ്പറേഷൻ ഉണ്ടാകുന്നു. അതുപോലെ ഒരു കോർഡിനേഷൻ ഉണ്ടാവാനും എംപ്ലോയീസ് ഇടയിൽ ഒരു കോർഡിനേഷനും ഒരു ബോണ്ടിങ് ഒക്കെ ഉണ്ടാവാനായിട്ട് ഇങ്ങനെയുള്ള ഒരു പിക്നിക്സും പാർട്ടീസും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ലാസ്റ്റ് വൺ ആ പോയിന്റ് കൂടെ ഒന്ന് നോക്കണേ. മിസ്ലേനിയസ്. എന്തൊക്കെയാണ് മിസ്ലേനിയസ് എന്ന് പറയാം? സ്മോൾ gestures of expression of warmth and good intentions have proud effects. Organization set up facilities like clubs, gymnasium and community centers, organize sports activities with awards, offer gifts during festivals and birthdays, and grant leave travel concessions. അതായത് ഇതുപോലെ തന്നെ ചില കമ്പനികൾ അവരുടെ തന്നെ ക്ലബുകൾ രൂപീകരിക്കും. അതുപോലെ തന്നെ ഇപ്പോ ജിമ്മിന്റെ ഒക്കെ ആ ഒരു ജിം സെന്ററുകളൊക്കെ, അതുപോലെ കമ്മ്യൂണിറ്റി സെന്ററുകൾ, സ്പോർട്ട് ആക്ടിവിറ്റീസ്, അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ സ്പോർട്ട് ആക്ടിവിറ്റീസുകൾ സംഘടിപ്പിക്കുന്നു. ദെൻ മത്സരങ്ങൾ സംഘടിപ്പിച്ച് അവാർഡ്സുകളൊക്കെ കൊടുക്കും. ഫെസ്റ്റിവൽസിനും ബർത്ത്ഡേസ് ഒക്കെ ആണെങ്കിൽ ഗിഫ്റ്റുകൾ കൊടുക്കുന്നു. Then grant leave travel concessions മറ്റും എംപ്ലോയീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മള് വെൽഫെയർ ആൻഡ് റീക്രിയേഷണൽ ഫെസിലിറ്റിയിൽ പഠിച്ചത്. ഇത്രയും പോയിന്റ്സുകൾ ഉണ്ട്. എളുപ്പം വരുന്നില്ല ആ പോയിന്റ്സുകൾ. എന്തൊക്കെയാണ് നമ്മൾ തൊഴിലാളികളുടെ എംപ്ലോയീസിന്റെ ക്ഷേമത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി റിക്രിയേഷണൽ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എംപ്ലോയീസിന് വേണ്ടി കമ്പനി കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഹൗസിംഗ്, ക്യാൻറ്റീൻ, എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസുകൾ കൊടുക്കുന്നു. കൺസ്യൂമർ സൊസൈറ്റികള്, ക്രെഡിറ്റ് സൊസൈറ്റികള്, എംപ്ലോയി കൗൺസിലിംഗ് കൊടുക്കുന്നു. ലീഗൽ ആയിട്ടുള്ള അസിസ്റ്റൻസ്, ഹോളിഡേ ഫോൺസ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികള്, വെൽഫെയർ സെക്ഷൻ, പിക്നിക് ആൻഡ് പാർട്ടീസ്, ദെൻ മിസ്ലേനിയസ്. ഇത്രയുമാണ് നമ്മള് വെൽഫെയർ ആൻഡ് റീക്രിയേഷണൽ ഫെസിലിറ്റിയിൽ പഠിച്ചത്. ഇനി നെക്സ്റ്റ് വരുന്നത് 5ാമത്തെ ബെനിഫിറ്റ് ആണ് ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. ഓൾഡ് ഏജിലും റിട്ടയർമെന്റ് ബെനിഫിറ്റ്സുകളാണ് ഇനി നമുക്ക് അടുത്തത് പഠിക്കാനായിട്ടുള്ളത്. അതില് 5 ബെനിഫിറ്റ്സുകളാണ് അതിൽ പഠിക്കാനായിട്ടുള്ളത്. അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബെനിഫിറ്റ്സുകളുടെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആകുള്ളൂ. നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ പറയാം. അതിൽ നിന്ന് ഒരുപാട് എടുത്ത് ഞാൻ ബോറാകുന്നില്ല. കാരണം പെട്ടെന്ന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സെക്ഷൻ ആണെന്ന് എനിക്കറിയാം അല്ലെ. നമ്മള് ട്രെയിനിങ് ഡെവലപ്മെന്റ് പഠിച്ച പോലെയല്ല ആണോ? ട്രെയിനിങ് ഡെവലപ്മെന്റ് പഠിച്ച പോലെ അല്ലാത്തത്. കാരണം കുറച്ചും കൂടി നമ്മൾ ഉള്ളിലോട്ട് ആഴ്ന്നിറങ്ങിയിട്ട് പഠിക്കുന്നതാണ് ഓരോ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ്. ചിലപ്പോൾ അതിനകത്ത് കുറെ സ്കീമുകൾ പഠിക്കാൻ വരും അല്ലെ. മറ്റേ ട്രെയിനിങ് എംപ്ലോയ്മെന്റ്സിന്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമുക്ക് അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു, എഫേർട്ട് എടുക്കുന്നിടത്ത് എഫേർട്ട് എടുക്കണം. അറിയില്ലാത്ത കുറെ പുതിയ പുതിയ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നത്. ചിലപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റും സ്കീമുകളെ കുറിച്ചിട്ടൊക്കെ. എങ്കിലും നമ്മൾ മാക്സിമം ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്ത് തരുന്നുണ്ട്. ദെൻ നമ്മൾ ഇത്ര ടഫ് ആണെങ്കിൽ പോലും ഞാൻ എക്സാമ്പിൾ എപ്പോഴെങ്കിലും എടുത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ എക്സാമ്പിൾ വെച്ച് തരാറുണ്ട്. എന്റെ മനസ്സിലപ്പോൾ തോന്നുന്ന എക്സാമ്പിൾ ഏതൊക്കെയാണോ അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും എക്സാമ്പിൾ ഞാൻ പറയാതിരുന്നിട്ടില്ല ഇതുവരെ. എക്സാമ്പിൾ പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് കുറച്ചും കൂടി അതിനോടൊരു എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപാട് ഇങ്ങനെ തിയററ്റിക്കൽ ആയിട്ട് ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. കാരണം അങ്ങനെയാണ് ഒരു സെക്ഷൻ. പക്ഷെ അതിൽ എങ്ങനെയാണോ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ട്, അതുപോലെ തന്നെ ഇൻഷുറൻസ്, ഗ്രാറ്റിറ്റ്യൂറ്റി, അതുപോലെ എന്താണ് മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ. പ്രൊവിഡന്റ് ഫണ്ട് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എങ്കിലും ഇത് കുഴപ്പമില്ല, മനസ്സിലാക്കി മാക്സിമം നമുക്ക് സിമ്പിൾ ആക്കി പഠിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്ര എടുത്തിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്തെങ്കിലും ചോദിച്ചതാണോ? ക്ലിയർ ആയില്ല കേട്ടോ. അല്ലെങ്കിൽ അവിടെ പറഞ്ഞതാണോ? ഓക്കെ, ഇതൻ ഓക്കെ ആണോ എല്ലാവരും? ക്ലാസ് കുറച്ച് ടഫ് ആണെന്നൊക്കെ ആയിരിക്കും ഇപ്പൊ എല്ലാവരും മനസ്സിൽ വിചാരിക്കുന്നത്. എല്ലാ ചാപ്റ്റേഴ്സും ഒരേപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. നമ്മൾ HR ആണ് പഠിക്കുന്നത്, HRM ആണ് അല്ലെ? അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ടഫും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? എഫേർട്ട് എടുത്ത് പഠിക്കുക. മാക്സിമം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാറുണ്ട്. എന്തെങ്കിലും മനസ്സിലാവാത്തതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിച്ച് പഠിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.